everyone, welcome to Egan Learning. അപ്പോൾ എല്ലാവരും ഇതാ ഇപ്പോൾ പ്രാക്ടിക്കലിൻ്റെ ഒരു ചൂടിൽ ഇങ്ങനെ നടക്കുകയായിരിക്കും. അയ്യോ ആ പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യും, അയ്യോ ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമായിരുന്നു, മിസ് മൈറ്റോസിസിൻ്റെ സ്റ്റേജസ് അതൊന്ന് കാണിച്ചു തരുമോ, എന്താണ് അതിൽ എഴുതേണ്ടത്, അതിൻ്റെ പോയിന്റ്സ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം മൈറ്റോസിസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ, യെസ് മൈറ്റോസിസിൻ്റെ ആ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റൻ ആയിരിക്കും, തേർഡ് ക്വസ്റ്റൻ ആയിരിക്കും. അതിൽ ഡി എന്ന് പറയുന്ന സ്പെസിഫിക്, ഇത് കൺഫ്യൂഷൻ അവർ സെക്കൻഡ് ക്വസ്റ്റനിൽ നിങ്ങൾക്ക് ബിയും സിയും ഉണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റനിൽ ഡി എന്ന് പറയുന്നതായിരിക്കും ഏത്, നിങ്ങളുടെ മൈറ്റോസിസിലെ സ്റ്റേജ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇനി അതിൽ ഐഡൻറ്റിഫിക്കേഷൻ മാത്രമല്ല, നിങ്ങൾ എന്തും കൂടി എഴുതണം, അതിൻ്റെ റീസൺ കൂടി എഴുതണം. അപ്പോൾ മൊത്തം ഐഡൻറ്റിഫിക്കേഷൻ അര മാർക്ക്, റീസൺ അര മാർക്ക്, അങ്ങനെ മൊത്തം 1 മാർക്കായിരിക്കും നിങ്ങളുടെ ഈ ക്വസ്റ്റ്യന് ഉണ്ടായിരിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എനി വൺ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ഫ്രം ദി പെർമനന്റ് സ്ലൈഡ് മൗണ്ടിങ് യൂസിങ് പോയിന്റർ ഐ പീസ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ നിങ്ങളുടെ ഇൻവിജിലേറ്റർ ഒരു മൈക്രോസ്കോപ്പിൽ മൈറ്റോസിസിൻ്റെ ഒരു ഫേസ് അവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് എന്തുണ്ടായിരിക്കും, ഒരു പോയിന്റർ. യെസ്, ഇതുപോലെ ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പോയിന്റർ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പോയിന്റർ എവിടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് അവിടെയുള്ള ഫേസ് ഏത് എന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലാതെ നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ അവിടെ കുറേ ഫേസുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പോയിന്റർ എവിടേക്കാണോ വെച്ചിട്ടുള്ളത് ആ ഫേസാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. യെസ്, യൂഷ്വലി സ്കൂളുകളിൽ മെറ്റാഫേസും അനാഫേസും ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക. നിങ്ങളത് യൂഷ്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാം, ഐദർ മെറ്റാഫേസ് അല്ലെങ്കിൽ അനാഫേസ് ആയിരിക്കും. അപ്പോൾ വെറുതെ ഐഡൻറ്റിഫൈ ചെയ്താൽ പോരാ, ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ എന്തും എഴുതണം, റീസൺ കൂടി എഴുതണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് മെറ്റാഫേസ് ആണോ അനാഫേസ് ആണോ എന്നുള്ളത്? പ്രോഫേസും ടീലോഫേസും അങ്ങനെ തരാറില്ല, യൂഷ്വലി തരാറില്ല കേട്ടോ. യെസ്, അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം പറയാം, ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചറും ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ കാണിച്ചിരിക്കുന്ന സ്ലൈഡും നമ്മൾ ചെറിയ കളറിൽ വ്യത്യാസം ഉണ്ടാവും, അത് സ്റ്റെയിനിൽ വരുന്ന വ്യത്യാസവും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ ഓൾറെഡി സ്കൂളിൽ കണ്ടിട്ടുണ്ടായിരിക്കും എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾ ഏകദേശം അതിൻ്റെ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വേഗം എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. യെസ്, അപ്പോൾ ഇതാ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ നമ്മുടെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എവിടെയാണ് മെറ്റാഫേസ് കാണാൻ പറ്റുന്നത്? മെറ്റാഫേസ് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? നമുക്കറിയാം മെറ്റാഫേസിൽ എന്ത് ചെയ്യും, ക്രോമസോമുകൾ എവിടെ വന്ന് അലൈൻ ചെയ്യുന്നു, ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്യുന്നു, മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് അലൈൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഏതാണ്, ഇവിടെ നിങ്ങൾക്ക് കൃത്യം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് ഏത്, നമ്മുടെ മെറ്റാഫേസ് എന്ന് പറയുന്നത്. മെറ്റാഫേസ്, അപ്പോൾ മെറ്റാഫേസിൽ കൃത്യമായിട്ട് ക്രോമസോമുകൾ ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്യുന്നു. യെസ്, ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കും, ഒരു സെല്ലിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടം പോലെ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ നടുവിലായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അതാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഇനി അനാഫേസ് എന്ന് പറയുമ്പോഴോ, അനാഫേസിൽ എന്താ സംഭവിക്കുക, സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ആവുന്നു അല്ലേ, സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം, കണ്ടോ, ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് 2 പോൾസിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതാണ് ഏത്, അനാഫേസ് എന്ന് പറയുന്നത്. ഇതാണ് അനാഫേസ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും മെറ്റാഫേസും അനാഫേസും കാണാനായിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ആ പോയിന്റർ നോക്കുന്ന ഭാഗത്തേക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, യെസ്, പ്രോഫേസും ടീലോഫേസും ചോദിക്കാൻ, ഇപ്പോൾ പ്രോഫേസൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ പ്രോഫേസ് തന്നെയാണ്, പക്ഷെ അത്ര ഈസി ആയിട്ട് നിങ്ങളടുത്ത് ചോദിക്കില്ല, അതിൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല, അതുകൊണ്ട് അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ മെറ്റാഫേസും അനാഫേസും തരുന്ന സമയത്ത് അതിന് റീസൺസ് നിർബന്ധമായിട്ടും മെറ്റാഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യമാണ്. ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി ഇക്വേറ്റർ ഓഫ് ദി സെൽ. എന്ത് ചെയ്യുക, എന്ത് എഴുതണം, ക്രോമസോമുകൾ ഇക്വേറ്ററിൽ വന്ന് അറേഞ്ച് ചെയ്യുന്നു എന്ന് എഴുതണം. സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച് ടു ദി സെൻട്രോമിയർ ഓഫ് ദി ക്രോമസോം. എന്ത് ചെയ്യുന്നു, സെൻട്രോമിയറിലേക്ക് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നു. ഈ 2 പോയിന്റ്സും ഇത് നിർബന്ധമായിട്ടും എഴുതേണ്ട പോയിന്റ് ആണ്. ഈ 2 പോയിന്റ്സ് എഴുതിയാൽ നല്ലത്. ഇപ്പോൾ ഹാഫ് മാർക്ക് നിങ്ങൾ ശരിക്കും 1 പോയിന്റ് എഴുതിയാൽ മതി, പക്ഷെ എന്താണ് 2 പോയിന്റ്സ് എഴുതിയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഈ 2 പോയിന്റ്സ് പഠിച്ചിട്ട് പോവാം. യെസ്, ഇനി അനാഫേസിലേക്ക് വരുമ്പോൾ ഈ 2 പോയിന്റ്സും നിങ്ങൾ എഴുതണം. സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം സ്പ്ലിറ്റ്സ് അല്ലേ, സെൻട്രോമിയർ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്ത ശേഷം എന്ത് സംഭവിക്കും, ഡോട്ടർ ക്രോമസോംസ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ് അല്ലേ, ഓപ്പോസിറ്റ് പോളുകളിലേക്ക് ഡോട്ടർ ക്രോമസോംസ് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പോലെ തന്നെ മൂവ് ചെയ്യുന്നു. യെസ്, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ പോയിന്റ്സ്, അനാഫേസിൽ നിങ്ങൾ ഇത് 2ഉം തന്നെ എഴുതണം എന്നാണ് ഞാൻ പറയാം. ഇനി മെറ്റാഫേസിലേക്ക് വരുമ്പോഴും അതെ, ഇത് 2ഉം എഴുതിയാൽ നല്ലത്. അപ്പോൾ ഈ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. അപ്പോൾ ജസ്റ്റ് അത് ഏതാണെന്ന് നോക്കുക, എഴുതുക.
ഇനി ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് അവിടെ ഇൻവിജിലേറ്റർ കൃത്യമായിട്ട് സ്റ്റേജ് ഏതാണെന്ന് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അവിടെ ചെന്ന് വീണ്ടും അതിൻ്റെ മുകളിൽ കിടന്ന് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പിടിച്ച് അതിൻ്റെ ഫോക്കസ് ഒന്നും കളയരുത്. കാരണം നിങ്ങളുടെ കഴിഞ്ഞ് കാണുന്ന ആൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് അവിടെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെന്നിട്ട് നോക്കുക, അങ്ങോട്ട് എഴുതിയെടുക്കുക ഏതാണെന്ന് മാത്രം. അവിടുന്ന് നിങ്ങൾ സ്റ്റേജ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരിക, സീറ്റിൽ വന്നിരുന്ന ശേഷം എന്ത് ചെയ്യുക, ആ പോയിന്റ്സ് ബാക്കി എഴുതിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ഐഡിയ കിട്ടും, വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഫോക്കസ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ അത് നിങ്ങളെ കഴിഞ്ഞിട്ട് നോക്കാൻ വരുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അത് ഒഴിവാക്കുക കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ഒരു മാർക്ക് സുഖമായിട്ട് കിട്ടില്ലേ? കിട്ടും. അപ്പോൾ ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പേടിയൊന്നും വേണ്ട, എളുപ്പത്തിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ടോപ്പിക്കാണ് ഈ സംഭവം, എല്ലാവർക്കും കൺഫ്യൂഷൻ. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. യെസ്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്, നന്നായി ചെയ്യാം കേട്ടോ. ബൈ.